ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത് ഹാൻഡ് പൊസിഷനെ കുറിച്ചാണ്. നമുക്ക് എങ്ങനെയാണ് കീബോർഡിൽ ഹാൻഡ് വെക്കേണ്ട എന്നുള്ള രീതിയെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചത് നമുക്ക് എന്താണ് നോട്ട്സ് കണ്ടുപിടിക്കാൻ ഈസിയായിട്ട് നമുക്ക് നോട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഒരു സെക്ഷനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. നോട്ട്സ് എഴുതി വെക്കലെന്നൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അത് നിങ്ങളത് കണ്ടു നോക്കണം. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു അല്ലെങ്കിൽ ഡൗട്ട്സ് ആണ്. നമുക്ക് സപ്പോസ് നമ്മുടെ തമ്പ് നമ്മൾ സി എന്നൊരു ഓർഡറിൽ ഞാൻ വെച്ചു. സി എന്നൊരു ഓർഡറിൽ വെച്ച് കഴിഞ്ഞാൽ എന്റെ ലിറ്റിൽ ഫിംഗർ എന്ന് പറയുന്നത് ഇതാണ്. തമ്പ് ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഈ ഒരു ഓർഡറാണ് നമുക്ക് പോകുന്നത്. ഇങ്ങനെ വെക്കുന്ന ഒരു ഹാൻഡിന്റെ ലിറ്റിൽ ഫിംഗർ ജി എന്നൊരു നോട്ടിൽ വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴേ പലരും കരുതിയിരിക്കുന്നത് ഇത് ഒരു ഫിക്സഡ് പൊസിഷനാണ് കീബോർഡിൽ എന്ന് വെച്ചാൽ തമ്പ് വേറൊരു കീയിലേക്ക് വരില്ല, സിയിൽ തന്നെയാണ് എപ്പോഴും സിയിൽ തന്നെയാണ് തമ്പ് ഇരിക്കേണ്ടത്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് വായിക്കേണ്ട ഓരോ സോങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫിംഗർ പൊസിഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫിക്സ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സപ്പോസ് ഇപ്പൊ നമുക്കൊരു സോങ് വായിക്കുമ്പോൾ നമുക്ക് സി മുതൽ ജി വരെ വരണം എന്ന് കരുതിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഉൾപ്പെടുത്തും. ഇനി നമുക്ക് ആ ഒരു സോങ്ങിന്റെ അകത്ത് നമുക്ക് ബി എന്നൊരു നോട്ട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പൊസിഷൻ ഇരുന്ന് നമുക്ക് ബി എന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ബിയിലേക്ക് അല്ലെങ്കിൽ ബിയെ കിട്ടത്തക്ക ഒരു പൊസിഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. അപ്പൊ ഇതിങ്ങനെയാണ് നമ്മൾ ഹാൻഡ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഫിക്സഡ് പൊസിഷൻ ഇല്ല അതിന്. അപ്പോൾ ഓരോ പ്ലെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഓരോ സോങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തുമാണ് നമ്മൾ ഇങ്ങനെ പൊസിഷൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പൊസിഷൻ നമ്മൾ അത് ഓർത്തിരിക്കണം. നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടൊരു പൊസിഷൻ വേറെ ഇല്ല. നമ്മളിങ്ങനെ മാറ്റി മാറ്റി നമ്മൾ ചെയ്യും. അപ്പം എന്ത് സോങ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഞാനത് കാണിക്കാം. ഞാൻ കാണിക്കാം എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഓരോ സോങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തപ്പോൾ നമുക്ക് ആ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കാണ്.